കഫേയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്നേക്കപ്പോൾ എന്താ ചെയ്യാമെന്ന് പ്ലാൻ ആലോചിച്ചപ്പോൾ കപ്പയ്ക്ക തീയൽ. അതിന് വേണ്ടി 2 കപ്പയ്ക്ക നൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങ. പിന്നെ അതിന് വേണ്ടത് കപ്പയ്ക്കയുടെ ഒപ്പം വഴറ്റാനുള്ള 2 വലിയ സവോള. തേങ്ങയുടെ ഒപ്പം വഴറ്റാൻ ചെറിയ ഉള്ളി ഒരു 10-15 അല്ലി, ഒരു പച്ചമുളക്. ഇനി വേണ്ടുന്നത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി. ഇത് തേങ്ങയും ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർന്ന് വറക്കണം. പിന്നെ അതിൽ ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റുക. ഒപ്പം കപ്പയ്ക്കയും പിന്നെ വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എണ്ണയിൽ മൂപ്പിച്ച് ഇതാക്കിയെടുക്കുക. ഇനി ഉച്ചക്കലേക്ക് ഉപ്പേരിക്ക് എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ മസാല ഉണ്ടാക്കാം. മസാലയല്ല, ഉപ്പേരി. കോളിഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവോള. ചോറ് ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഓണായി വരണം ഇതിനൊപ്പം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വറുക്കാനുള്ളത് അതിന് എണ്ണ ഒഴിക്കാം. ഒപ്പം തന്നെ കോളിഫ്ലവറും ചെയ്തെടുക്കാം. കാരണം കുറച്ച് അർജൻറ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കരിഞ്ഞു പോകും. ഒരു 1/2 മുറി തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങ നല്ല ഇതിൽ അപ്പോൾ ഈ അളവിന് നല്ലോണം മുരിഞ്ഞ് വരണ്ട് വന്നു നല്ല തരിയായിട്ട് ഇതിനെ നമുക്ക് വാങ്ങി കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. ഇത് വെന്തോട്ടെ. അതിൻ്റെ ഉള്ളിൽ നമ്മളത് അരച്ച് വരാം. വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇത് കഴുകിയിട്ടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തീയിലും കിടന്ന് കപ്പയ്ക്ക നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ അരവിൻ്റെ കൂട്ട് ഒന്ന് ഒഴിക്കാം. അപ്പം നമുക്കൊരു കുറച്ച് വെള്ളപ്പൊടി, ശർക്കരപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ